ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുകയെന്ന് ചോദിച്ചാൽ അറിയില്ല ഗൈസ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിൽ കുളിക്കും. പിന്നെ ചുണ്ടിൻ്റെ മേളിൽ എന്തോ കടിച്ചു, അറിയില്ല ഗൈസ്. പിന്നെ വെള്ളിയാഴ്ചയാണ്. പിന്നെ കുറേ നാൾക്ക് ശേഷം ഉമ്മച്ചി ഇന്ന് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിക്കാം ഗൈസ്. എനിക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആളത് അവൾ ഫോണുമായിട്ട് എൻ്റെ അടുത്ത് കൂട്ടിരിക്കുന്നത് ഗൈസ്. നമ്മളിതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലുള്ള വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. നല്ല തൈര്, ആ കറിയും ചോറും കൂടി ഇങ്ങനെ കുഴച്ച്, കിഴങ്ങും കൂടെ അതിനകത്തോട്ട് ഇങ്ങനെ ഉടച്ച്. എനിക്ക് കിഴങ്ങിട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നാരങ്ങയും പിന്നെ ഈന്തപ്പഴമുള്ള അച്ചാറാട്ടോ. അപ്പം അതും കൂടെ ഒരു കുറച്ച് ചിക്കനിൽ നിന്നൊരു പീസ് വെച്ച് ഒരു സൂപ്പർ ടേസ്റ്റ്, അടിപൊളി ഗൈസ്. എനിക്ക് കോളേജിലേക്കൊരു അസൈൻമെൻറ്റ് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതും എഴുതിയിട്ടു. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി മറന്നുപോയി. രാവിലെ ഇതാണ് ആദ്യം ചെയ്തത് ഗൈസ്. അങ്ങനെ ഇരുന്ന് വേരിറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു പോയി കുളിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഇപ്പോൾ ഒരു ദിവസം സ്കിൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിങ്ങനെ കുളിക്കുമ്പോൾ കുറച്ച് സ്ക്രബൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് കുളിക്കുന്ന ആ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഫുൾ കണ്ടീഷണറൊക്കെ ഇട്ട് മുടിയൊക്കെ സെറ്റപ്പാക്കി കുളിച്ച്. പക്ഷേ ഞാൻ ഭയങ്കര എന്താ പറയുക, മടിച്ചിയ. അപ്പം മുഖത്തത്തെ സ്കിന്ന് നോക്കും, പക്ഷെ ബോഡിയത്ത് തൊട്ട് നോക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ മുഖത്തിനേക്കാളും നിറം മങ്ങിയിട്ടാണ് കൈയും കാലും ഒക്കെ. അപ്പം ഞാൻ ആലോചിച്ചിരുന്നു, 2-3 ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണം. കാരണം ടാൻ പെർമനൻ്റ് ആയി പോവും. അപ്പം അതിന് മുന്നേ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഒന്ന് കാലിത്തെ ടാനാണ് കേസ്. എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് അതുപോലെ ടാനായി പോയിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ഫീറ്റിൻ്റെ ഭാഗം, ആ ചെരുപ്പ് ഓപ്പൺ ചപ്പൽസ് ഞാൻ ഇടുന്ന സാൻഡൽസ്, അപ്പോൾ ആ വരയിലിങ്ങനെ നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി നമ്മുടെ മെയിൻ ഉന്നം. അപ്പോൾ ഇന്ന് ഐഷയില്ലേ എൻ്റെ സിസ്റ്റർ, അപ്പോൾ അവൾ ഈ കോഫി സ്ക്രബില്ലേ അത് യൂസ് ചെയ്യാറുണ്ട്. അതിങ്ങനെ ഒരു ടപ്പക്കകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ എപ്പോഴും ആഴ്ചയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് തേച്ചു. ശരിക്കും നല്ല വ്യത്യാസം ഉണ്ട് ഗൈസ്. ഭയങ്കര സോഫ്റ്റ് ആകാൻ മാത്രമല്ല, ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ അത് പോരാ, എൻ്റെ ടാനിന് അത് പോരാ. അപ്പോൾ നമുക്ക് നാച്ചുറലും യൂസ് ചെയ്ത് നോക്കുക. കോഫി സ്ക്രബ് എല്ലാവരും യൂസ് ചെയ്യട്ടോ. 1 യൂസിൽ തന്നെ ചെറിയ വ്യത്യാസമാണെങ്കിലും ഉപയോഗിക്കുന്ന ആൾക്ക് മനസ്സിലാവും ആ വ്യത്യാസം. ഇപ്പം നമുക്ക് എന്തായാലും ഞാൻ 2 ദിവസം മുന്നേ ഫേസൊക്കെ ഒന്ന് ഷേവ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പിൽഗ്രിമിൻ്റെ മറ്റേ AHA BHA പീലിംഗ് സൊല്യൂഷൻ ഇല്ലേ, അത് യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന് നാണമാണോ ഇതിൻ്റെ വരെ. അപ്പം ഗൈസ്, എത്ര രൂപയുടെ സാധനമാണ് ഗൈസ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗൈസ് പ്രശ്നം. നമുക്ക് ഒന്നും കൂടെ ഇടാം. സംസാരിച്ചിട്ടാന്ന് തോന്നുന്നത്. ഞാൻ ഭയങ്കര സംസാരമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈയിടെയായിട്ട്. എനിക്ക് ഈ സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരണത്. അല്ലാതെ ഇതിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്. ഐഷ എപ്പോഴും കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്കറിയില്ല എന്തായാലും പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ തേച്ച് കൊടുക്കുക. അപ്പം ഞാൻ ആലോചിച്ചു, ഇപ്പം എന്തായാലും ഇതൊക്കെ മേടിക്കണം. അപ്പം മേടിക്കുമ്പോൾ നല്ലപോലെ റീസെർച്ച് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി പൈസ ചിലവാക്കാനും ഇല്ല. എന്നാൽ ചിലവാക്കണ പൈസ വേർത്തിട്ടായിരിക്കണം. മനസ്സിലായോ? അപ്പം അതുപോലെ ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാന്. സ്കിന്നും കൈയും കാലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഭയങ്കര ഇത് ആദ്യത്തെ ആവേശം ഉണ്ടാവുള്ളൂ, പിന്നെ അതങ്ങ് പോകും. പക്ഷെ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് നോക്കണം. അപ്പം മുഖത്തത്തെ മാത്രമല്ല, കൈയും കാലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു. നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ ഗൈസ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നാച്ചുറൽ റെമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോഡി വാഷോ അല്ലെങ്കിൽ സ്ക്രബോ ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു 40 നമുക്കല്ലേ ഒരു 10-15 മിനിറ്റ് വെക്കാം കേട്ടോ. കാരണം നമ്മുടെ ഓർഡിനറി പോലെയല്ല. ഓർഡിനറി കുറച്ചും കൂടെ പവർഫുള്ളാണ്. പക്ഷേ പിൽഗ്രിം അതിൻ്റെ പകുതിയുള്ളൂ, അത്ര പവർഫുള്ളല്ല. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ വെക്കലുണ്ട്. പിന്നെ ഓർഡിനറി യൂസ് ചെയ്യുമ്പോൾ എനിക്കിതൊരു പവറായിട്ട് തോന്നണില്ല. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ നഖത്തിൻ്റെ കെയർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേസ്. എനിക്ക് ആകെ ഈ കയ്യിൽ മാത്രം നല്ല ഭംഗിക്ക് നഖം വളരുള്ളൂ. എനിക്ക് ബോക്സ് നെയിലാണ്, എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഈ ലെങ്ത്താണ് ഏറ്റവും ഇഷ്ടം. ഇത്രയും ലെങ്ത്തിൽ വളർത്തുന്നൊരു സമയം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ഒരു വൃത്തിയില്ലായ്മയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ നിർത്തി. പിന്നെ ഈ കയ്യിൽ നഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കിഷ്ടമല്ല.
ഇഷ്ടമില്ലാത്ത ഇതാണ്. കാരണം ഒന്നാമത്തെ കേസ് എല്ലാം ഒരുമാതിരി ചക്രി പോലെയാണ് വളരുന്നത്. വലത് കൈയിലെ മീൻസ് റൈറ്റ് ഹാൻഡിലെ കൈയാണ് എപ്പോഴും ഇങ്ങനെ വളരാം. അതുകൊണ്ട് ഞാനപ്പം എല്ലാം ഇങ്ങനെ ഷോർട്ട് ചെയ്ത് നിർത്തും. ഇതും വെട്ടി നിർത്തേണ്ട സമയമായി, മടിയായതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി. നൈക്കയിൽ മറ്റേ പിങ്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വർഷത്തിൽ അവർക്കാകെ 2 സെയിലേ ഉള്ളൂ. എല്ലാ സാധനവും പകുതി വിലയ്ക്ക് കിട്ടും. ഞാൻ കുറച്ച് സാധനങ്ങൾ അതിന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോൾ ഉടനെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളും വേഗം പോയി മേടിച്ചോ കേട്ടോ. ലൈക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിലൊക്കെ പോയി മേടിച്ചൊക്കെ. പകുതിക്ക് വിലയുള്ളൂ. അപ്പോൾ എല്ലാത്തിനും പകുതി വില, എല്ലാ സാധനത്തിനും പകുതി വില, എല്ലാ ബ്രാൻഡിനും അങ്ങനെ തന്നെയാണ്. ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. 28-ാം തീയതി വരെ ഉള്ളൂ. വേഗം ഇന്നും നാളെയും ഒക്കെ ആയിട്ട് വേഗം എല്ലാത്തിനും സ്റ്റോക്ക് പതുക്കെ തീർന്നു പോവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാണ്ട് ഇപ്പം പോയിക്കോ. പകുതി വില ഉള്ളൂ, പകുതി വില ഗൈസ്. ഞാൻ പോയിട്ട് മുഖമൊക്കെ കഴുകിയപ്പോൾ ഭയങ്കര സോഫ്റ്റായി. പിന്നെ എന്നോട് ലിപ് ബാമിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ SPF 30 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും അടിപൊളിയായി. രാത്രി ഉറങ്ങണേക്ക് മുന്നെയാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യാറ്. പറ്റുമെങ്കിൽ രാവിലെ ഞാൻ ഇടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ ഇടുന്ന പോലെ ഇങ്ങനെ ഇടും. ഇത് ഞാൻ കുറച്ച് നാൾ സ്റ്റോപ്പ് ചെയ്തു. അന്നേരം എനിക്ക് പിന്നെയും പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങി. പിന്നെയും ഞാൻ ഇതിലാണ് 2 ദിവസം കൊണ്ടാണ് എനിക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നത്. ചിലപ്പോൾ പുറമേ നിന്നുള്ളവർക്ക് മനസ്സിലാവണില്ലെങ്കിലും എനിക്ക് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ അതാണത്. പിന്നെ എന്നോട് മൂക്കുത്തിയുടെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മറന്നു പോകണേ കേട്ടോ. അതോടെ കേട്ടോ അതിനോട് ഒരുപാട് ഇത് പറയാത്തത്. ഫസ്റ്റത്തത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയുക, ഞാൻ അന്ന് ഉറങ്ങി നമ്മളുണ്ടല്ലോ ഇത് പുഷ് ചെയ്യുകയോ വലിക്കുകയോ തട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാണ്. കാരണം അത് വേഗം സ്വെല്ല് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. എനിക്ക് ഈ കുത്തിയിൽ ഇത് 2ാമത് കുത്തിയിരിക്കണം കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ ഊരി അവർ സ്വർണ്ണം ഇടുക ചെയ്തത്. അപ്പോൾ എന്നിട്ടും എനിക്കൊരു ചെറിയൊരു കുഞ്ഞൊരു ഹമ്പ് ഇങ്ങനെ വന്നു. അത് വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഐഷ എനിക്കൊരു ഓയിൻമെൻറ്റ് പറഞ്ഞു തന്നു കേട്ടോ. ആ ഓയിൻമെൻറ്റാണ്. ആ ഓയിൻമെൻറ്റ് ഞാൻ തേച്ച് അടുത്ത ദിവസം എണ്ണീച്ചപ്പോൾ തന്നെ അത് കാണാനില്ല ഗൈസ്. അപ്പം ഞാൻ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്നത് കാണുമ്പോൾ തന്നെ അവിടെ ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ലെന്ന് വെക്ക്. അവിടെ ഇനിയിപ്പോൾ ഈ പിയേഴ്സിങ് ആണെങ്കിലും കേട്ടോ, ഇവിടെ കുത്തുന്നവരാണെങ്കിലും പിയേഴ്സിങ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷെ നമുക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഓയിൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുക. കാരണം ഒരു ബമ്മ് വന്ന് ഭയങ്കര ഓവറായി പ്രശ്നമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ AHA-BHAയുടെ അത് യൂസ് ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം സ്കിന്ന് ഡ്രൈ ആക്കും. പിന്നെ നമ്മളിപ്പോൾ ചെയ്ത ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ പിടിച്ച് നിൽക്കാതെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഞാൻ അക്കോളജിക്കയുടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ പുതിയ ഇതാണ്, റീസെൻറ്റ് പ്രൊഡക്റ്റാണിത്. ഞാനെല്ലാം ഇവിടെ കുറച്ചേക്കാം കേട്ടോ. പേര് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ ആ ഓയിൻമെൻറ്റ് അത് എവിടെയുണ്ട്, ഞാൻ കണ്ടുപിടിച്ചപ്പോൾ കാണിച്ചു കേട്ടോ ഗൈസ്. ഒരു ദുഃഖവാർത്തയുണ്ട്, ആ പ്രൊഡക്റ്റ് കാണാനില്ല. അത് കണ്ടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് എന്തായാലും ഇതാക്കാം. ഞാൻ നോക്കട്ടെ കേട്ടോ, അതിൻ്റെ പേര് കിട്ടുമെങ്കിൽ ഞാനിവിടെ മേളിൽ കൊടുത്തേക്കാം. പിന്നെ എനിക്കറിയാം ഞാൻ വേറൊരു ഓയിൻമെൻറ്റ്, ഈ ഒരു ഓയിൻമെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മൂക്കിൽ യൂസ് ചെയ്തിരുന്നത്, ഇത് യൂസ് ചെയ്തിരുന്നു. യെസ്, ഡെഫിനറ്റ്ലി ഇതൊരു ചെറിയ എഫക്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ആ ഓയിൻമെൻറ്റ് തന്ന ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നില്ല കേട്ടോ. ഈ ഒരു ഡ്രോപ്പ് ഇതവർ ജസ്റ്റ് നമ്മൾ മൂക്ക് കുത്തി കഴിയുമ്പോഴത്തേക്കും ഉടനെ 2-3 ഡ്രോപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് വന്നാണ് അത് ഞാനിങ്ങനെ യൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് ആ വലിയ എഫക്റ്റായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് അത്. പിന്നെ ഗൈസ് വാപ്പിച്ച് കട്ട്ലറ്റ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് പോയി കട്ട്ലറ്റ് വയ്ക്കാം. എന്തായിക്കണേ? എന്ത് കട്ട്ലറ്റാ? ഒന്നും അറിയാതെ തന്നെ ഇരുന്ന് മിണുങ്ങ. കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂടുണ്ടല്ലോ ഗൈസ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്ട് ഇട്ടില്ലായിരുന്നു. 10 രൂപയുടെ കട്ട്ലറ്റ്, ബീഫ് കട്ട്ലറ്റ് അതാട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം എല്ലാവരും ഇതിൻ്റെ ഫാനാണ്. നല്ല ചൂടുമാണ്, ഒരു രക്ഷയില്ലാത്ത ഫില്ലിംഗ് ആണ് ഗൈസ്. ഗൈസ് ഇതിൻ്റെ ഫില്ലിങ് നോക്ക്, എന്ത് സൂപ്പറാണ് ഗൈസ്. തിന്ന് ഞാനും ഐഷയും സൈനബിൽ 2 കട്ട്ലറ്റ് ബാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ മതി. രാവിലെ നമ്മളോട് ഉമ്മച്ചി തുണി വിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വൈകുന്നേരമായി, ഇപ്പോഴാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇനി ഉമ്മച്ചി ചൂലെടുത്തടിക്കുന്നതിന് മുന്നേ
നമുക്കതൊക്കെ പോയി ചെയ്യാം. ഗൈസ്, ആരാണ് വന്നിരിക്കുന്നതെങ്കിൽ ഗൈസ്, ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഗൈസ്. നല്ല നെയ്ച്ചോറ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നെയ്ച്ചോറിൻ്റെ മണം കിട്ടിയിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ ഗൈസ്, സഹിക്കാൻ വയ്യ. ഇവളെന്തൊരു മനുഷ്യത്തി, അരി പോലും വെന്തിട്ടില്ലാതെ. പക്ഷെ എന്നാലും എന്താ ആ സവാള ഇങ്ങനെ വാടുന്ന മണം എനിക്ക് വയ്യ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഫുഡ് റെഡി ആകുമ്പോഴത്തേക്ക്. ഗൈസ്, നമ്മുടെ നെയ്ച്ചോറ് ഓൾ സെറ്റായിട്ടുണ്ട്. അമ്മയ്ക്ക് വിളമ്പി തന്നെ എന്നാ കയറ്റി പിടിക്കുവോ? മതി മതി, ക്യാഷ് ഇടണ്ട, എനിക്കിഷ്ടമില്ല. ഗൈസ്, നല്ല ചൂടാണ്, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തൈര് തൊടാം, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോ. കുറച്ച് ചിക്കൻ കറി, കൈ പൊള്ളി കൈ പൊള്ളി. ചാക്രാതത്തിന് ഒരു കുറവില്ല ഗൈസ്. തൈര് മുക്കുന്നു ഗൈസ്. ഫാനും കൂട്ടിയിട്ടുണ്ടാവുകൊണ്ട് ചിലപ്പോൾ ഇപ്പം അത് ചൂടാറുമായിരിക്കും. ചിക്കനും വെച്ച് കുറച്ച് അച്ചാറും കൂടെ വെച്ച് പപ്പടം എത്തിയിട്ടുണ്ട്. കുറച്ച് പപ്പടവും കൂടെ വെച്ച് വരുക. ഗൈസ്, അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് നെറ്റ്ഫ്ലിക്സിൽ പുതിയൊരു കൊറിയൻ ഡ്രാമ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്, ബ്ലഡ് ഹൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഫാർ വെരി ഗുഡ്. എനിക്ക് ഈ ആക്ഷൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുപോലെ തുറന്ന് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ അത് കണ്ടോണ്ടിരിക്കുക. കുറച്ച് ഒബ്സസ്ഡ് ആണ് ആ ഡ്രാമയോട്. ഇപ്പോൾ മറ്റേ ഒബ്സഷൻ കഴിഞ്ഞാൽ അടുത്ത ഒബ്സഷനിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.